ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇപ്പോഴത്തെ ഒട്ടുമിക്ക സെലിബ്രിറ്റീസിന്റെ ബ്യൂട്ടി സീക്രട്ട് ആണ് ഗ്ലൂട്ടാഥയോൺ. അതിപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. കുറെ യൂട്യൂബേഴ്സ് ഒക്കെ റിവ്യൂ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് ഉണ്ടെന്നൊക്കെ കാണും. സോ ഞാനും അത് യൂസ് ചെയ്തു. 2 ആഴ്ച 2 വീക്സ് ഞാനും അത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് റിസൾട്ട് കിട്ടി. ഇത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പറയുന്ന റിസൾട്ട് അല്ല, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പറയുന്ന റിസൾട്ട് അല്ല. 2 വീക്സ് കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്തതിന് ശേഷം ഉള്ള റിസൾട്ടും കാര്യങ്ങളും, ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്താന്നുള്ള പറയുന്നത്. സോ ഈ ഗ്ലൂട്ടാഥയോൺ ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള അളവിന് നമ്മുടെ ബോഡിയിൽ എത്തുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലൂട്ടാഥയോൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ IV വഴി നമ്മൾ എടുക്കുന്നത്. ഇനി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. 2 രീതിയിലാണ് നമുക്ക് ഈ ഗ്ലൂട്ടാഥയോൺ എടുക്കാൻ പറ്റുന്നത്. ആദ്യത്തെ IV വഴി എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഞരമ്പ് വഴി എടുക്കുന്നത്. നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം യൂസ് ചെയ്യുന്നത് IV വഴിയാണ്. ബട്ട് അത് നമ്മുടെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പ്ലസ് അതിന്റെ റിസൾട്ട് പെട്ടെന്നാണ് കിട്ടുന്നത്, പക്ഷെ അതിന് 6-7 സിറ്റിംഗ് സംതിങ് ഇരിക്കണം. നല്ല എക്സ്പെൻസീവ് ആണ്. സോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതല്ല. സെക്കൻഡ് ആണ് ഓറലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലൂട്ടാഥയോൺ ടാബ്ലറ്റ്സ്. അത് ഭയങ്കര അഫോർഡബിളും ആണ്, പ്ലസ് നല്ല റിസൾട്ടും കിട്ടും. നമ്മുടെ IVയുടെ അത്ര റിസൾട്ട് കിട്ടത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടും. സോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ആയിരുന്നു ഓറലായിട്ടുള്ള ഗ്ലൂട്ടാഥയോൺ ടാബ്ലറ്റ്സ് ആണ്. സോ ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഇതാണ് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ എന്ന് പറഞ്ഞ ഗ്ലൂട്ടാഥയോൺ ടാബ്ലറ്റ് ഫോർ സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ. ഇതാണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ എന്ന് പറഞ്ഞ ഗ്ലൂട്ടാഥയോൺ ടാബ്ലറ്റ്. നമ്മൾ ഈ ഒരു ഇതിൽ 20 ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. ഇത് അവർ 8 വീക്സ് വരെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ 2 വീക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ 8 വീക്സ് വരെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാനിത് യൂസ് ചെയ്ത് സ്കിൻ വൈറ്റനിങ് എന്നൊന്നുമല്ല, ജസ്റ്റ് എനിക്ക് ഫേസിലുള്ള കുറേ ആക്നെ മാർക്സും പിഗ്മെന്റേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു മൗത്തിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷൻസും ഒക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോ ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. സ്കിൻ വൈറ്റിങ്ങിനെ കുറിച്ചൊന്നും ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല, സ്കിൻ വൈറ്റ് ആണോന്നൊന്നും. പക്ഷെ എൻ്റെ സ്കിൻ നമ്മൾ ഗ്ലോ ആവാനും ഈ പിഗ്മെന്റേഷൻസ് ഈ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ്. പിന്നെ ഗ്ലൂട്ടാഥയോൺ ആണ് നമ്മുടെ സാധാ ഗ്ലൂട്ടാഥയോണിനെ കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട് കാണുന്ന ഒരു നല്ലൊരു ഗ്ലൂട്ടാഥയോൺ ആണ് ഇത്. ഇതിൽ 500 mg ജാപ്പനീസ് ഗ്ലൂട്ടാഥയോണും 40 mg വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്ലൂട്ടാഥയോണും നമ്മുടെ വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആക്കാനും പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ട് അടിപൊളിയായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഒരു ഗ്ലൂട്ടാഥയോൺ എങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഒരു വീഡിയോ ആയിട്ടുണ്ട് ഇതിലെങ്ങനെ കഴിക്കേണ്ടത്. ജസ്റ്റ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടാബ്ലറ്റ് ആണ്. ഇതുപോലത്തെ ഒരു ടാബ്ലറ്റ് ടൈപ്പ് ഫോമിലാണ് നമുക്കിത് കിട്ടുന്നത്. ഈ ജസ്റ്റ് നമുക്കൊരു 250 ml വാട്ടറിൽ ഇട്ടിട്ട് അത് ഫുൾ അലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഡ്രിങ്ക് ചെയ്യാവും. സോ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് സ്ട്രോബെറി ആൻഡ് ലെമൺ ആണ്. നല്ലൊരു ഫ്ലേവറാണ്. സ്മെല്ലാണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും നല്ലതാണ്. എനിക്കിത് കുടിച്ചതിന് ശേഷം അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട്, ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് അവർ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുവാണെങ്കിൽ ഗ്യാസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് കൺസ്യൂം ചെയ്യാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മീൽ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഏത് മീലിന് ശേഷമാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഡെയിലി ഒരു ടാബ്ലറ്റ് വെച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ. ഞാൻ ഇത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക. ഡെയിലി ഒരു ടാബ്ലറ്റ് വെച്ച് മാത്രമേ കഴിക്കുക, അതിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പാടില്ല. എനിക്ക് ആദ്യം ഇത് ലെമണും സ്ട്രോബെറിയും കൂടെ ഒരുമിച്ചായിട്ടുള്ള ഫ്ലേവർ ആയതുകൊണ്ട് ഇഷ്ടപ്പെടുകയോ ഇല്ലയെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും പറഞ്ഞാൽ ലെമൺ അല്ലെങ്കിൽ സ്ട്രോബെറി ആണ് കുഴപ്പമില്ല, രണ്ടും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്മെല്ലാണെങ്കിലും ഫ്ലേവർ ആണെങ്കിലും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഇത് വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഫിസ്സായിട്ട് വരുമ്പോൾ നല്ല രസം അത് കാണാനും സൗണ്ടൊക്കെ കേൾക്കാനും. സോ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ളതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം, ഒരു ഇമേജ് ഞാൻ ഇവിടെ കൊടുക്കാം. അത് ഇത് ഒരു 2 ആഴ്ച യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു പിക്കും കൊടുക്കാം. അതിലുള്ള നിങ്ങൾക്ക് ഡിഫറൻസ് നല്ലതായിട്ട് അറിയാൻ പറ്റും. ഒരുപാട് ഡിഫറൻസ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ്. എനിക്ക് നല്ലൊരു ഗ്ലോ തോന്നിയിട്ടുണ്ട് സ്കിന്നിൽ. പിന്നെ എന്താണ് ഈ സൈഡിൽ എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നു പോയതിൻ്റെ മാർക്സ് ഉണ്ട്, അത് നല്ലതായിട്ട് റിഡ്യൂസ് ആയെന്നുള്ളത് എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഞാൻ പറയത്തില്ല, കാരണം അവർ 8 വീക്സ് ഇത് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ഇത് 2 വീക്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം എനിക്ക് നല്ലൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്ലോ ആയിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്ന് തോന്നിയിട്ടുണ്ട്.
പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇത് നമ്മൾ യൂസ് ചെയ്യാൻ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പഴയതുപോലെ ആവുമോ? ഞാൻ പഴയതെന്ന് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും വരുമെന്നല്ല, ആ ഒരു ഗ്ലോയോ ടെക്സ്ചറിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഉണ്ടാകും. സോ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന എന്തെങ്കിലും മാരേജോ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മളിത് നല്ല 8 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് തന്നെ ഇത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ്. കാരണം 2 വീക്സ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി. സോ കണ്ടിന്യൂസ് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു 8 വീക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും തന്നെ. ഫേഷ്യലോ കാര്യങ്ങൾ അത് 3000-4000 ആ ഒരു റേഞ്ചിൽ, അതിന് പകുതി കോസ്റ്റ് നമ്മൾ പകുതി പൈസ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ഇന്നർ ഗ്ലോ നമുക്ക്. സോ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? ഒരു സൈഡ് ഇഫക്ട്സ് എനിക്കും ഉണ്ടായിട്ടില്ല, ഒരു സൈഡ് ഇഫക്ട്സും ഇല്ല ഇതിന്. നമ്മൾ എപ്പോഴും ഗ്ലൂട്ടാഥയോൺ ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടാഥയോൺ ചൂസ് ചെയ്യുക. സോ ഇവിടെ ഷീക്ക് ന്യൂട്രിക്സ് ഗ്ലോ എന്നുള്ള ഗ്ലൂട്ടാഥയോൺ യൂസ് ചെയ്യുക. ഇത് നല്ല ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടാഥയോൺ ആണ്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗ്ലൂട്ടാഥയോൺ ആണ്. ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ 1980 ആണ്. ഇത് ഇവരുടെ വെബ്സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ എൻ്റെ കൂപ്പൺ കോഡായ ഐശ്വര്യ 10 എന്നുള്ള കൂപ്പൺ കോഡ് അയച്ചു ചെയ്യാം. 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. വെബ്സൈറ്റും കൂപ്പൺ കോഡും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഈ പ്രൊഡക്റ്റ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ടീര ബ്യൂട്ടിയിലും എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ ഡു ചെക്ക് ദിസ് ഔട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.